ആദ്യം തന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതല്ല, വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫേസിൽ ഇടുന്ന എന്തെങ്കിലും പാക്ക്, അതായത് നിങ്ങൾ എന്താണോ പൊടികൾ യൂസ് ചെയ്യുന്നത് അത് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത്, വെജിറ്റബിൾ ഗ്ലിസറിനാണ്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഗ്ലിസറിനാണ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഗ്ലിസറിൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ, വെള്ളം വേണമെങ്കിൽ വെള്ളം, എന്താണോ വേണ്ടത് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. തേനുണ്ടെങ്കിൽ അതും നല്ലതാണ്. അതിനുശേഷം ഞാനിവിടെ എവരി യൂത്തിൻ്റെ പീൽ ഓഫ് മാസ്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പീൽ ഓഫ് മാസ്ക് ആണോ ഉള്ളത് അത് എടുത്താൽ മതി കേട്ടോ. ഇതൊരു 15 രൂപ വരുന്നൊരു ചെറിയ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തുറന്നപ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ല്, ഓറഞ്ചിൻ്റെ തൊലിക്ക് ഒരു മണമില്ല, ആ ഒരു നല്ല മണവും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി റോസ് വാട്ടർ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എടുക്കുന്നത് അത് കുറച്ചുകൂടി ഒന്ന് എടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫേസിലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പീൽ ഓഫ് മാസ്ക് ഞാൻ തന്നെ എൻ്റെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കണ്ണിന് ചുറ്റും നന്നായിട്ട് നീറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ ഇത് ശ്രദ്ധിക്കണം. പിന്നെ ആദ്യം നിങ്ങളിത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ ഭാഗത്തും തേക്കാവൂ. പറ്റാത്തവർ ഇത് ചെയ്യാൻ വേണ്ടി പോകരുത്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം. നിങ്ങൾ ആദ്യം തന്നെ ഇത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങളിത് ഫേസിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, നിങ്ങൾ ഏത് പൊടിയാണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം ഇതിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ മറ്റേ പീൽ ഓഫ് മാസ്ക് ഇങ്ങനെ ഊരിയെടുക്കുന്ന പോലെ ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. അത് ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അതിലും കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.